ജോലി കിട്ടുമ്പോൾ വന്ന് സാക്ഷിയൊക്കെ പറയും. പിന്നെ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉടമ്പടി ജീവിക്കത്തില്ല. അതിൻ്റെ കാര്യത്തിൽ അവർ ഒരു 3 മാസം കഴിയുമ്പോൾ ചെകുത്താൻ അവരോട് പറയും, ഇതിപ്പോൾ ഗവൺമെൻറ് ജോലിയല്ലേ, അതിപ്പോൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ നിനക്ക് കിട്ടുമായിരുന്നു, നിൻ്റെ മാർക്കല്ല, അപാര മാർക്കല്ല, നിനക്ക് അത്തരം മാർക്കില്ലല്ലോ. അപ്പോൾ ഉടമ്പടി എടുത്ത് അപ്പം അത് കാലാന്തരത്തിൽ അത് ലോകത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ മേഖലയിൽ നിൽക്കണം. അപ്പം നീ അയ്യോഭാവിയാണ്, പറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ദൈവത്തിനെ തേടി നടക്കുന്ന ആളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പറ്റിക്കപ്പെടും. അതെനിക്കറിയാവുന്ന കൊണ്ട്, ഈ കുഞ്ഞ് ചേരുവർക്ക് ജനിക്കും എന്നെനിക്കറിയാവുന്ന കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പൂർണ്ണമായിട്ട് മെഡിസിൻ ഉപേക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഉടമ്പടി തന്നെ ഫോളോ ചെയ്യാൻ പറയും. അപ്പോൾ അതിന് ആ മാസം ഗർഭിണിയായി അവർ ആ മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അവർ പ്രഗ്നൻ്റായി. ഒരു മരുന്ന് ഉപയോഗിക്കാതെ തന്നെയാണ് ആ കുഞ്ഞിനെ കിട്ടിയത്. പക്ഷെ അവർ മരുന്നും കൂടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ മഹത്വം മുഴുവനും ഡിവൈഡ് ചെയ്ത് പോയിട്ട് പിന്നീട് നമ്മൾ ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഹെൽത്തി റിലേഷനായി പോകും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനാണ് ഉടമ്പടി കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതാണ്, അതായത് ദൈവമായിട്ട് ഉടമ്പടി വിധിപ്രകാരം ജീവിക്കാനുള്ള രീതികളെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കൊരു ഇടർ സംഭവിച്ചാലും എൻ്റെ മകനെ നീ അങ്ങോട്ട് കൊണ്ടുപോകരുതെന്ന് അഭിപ്രായം. അവൻ കെട്ടിയതിലും കുഴപ്പമില്ല, എൻ്റെ മകനെ കൊണ്ടുപോകരുത് എൻ്റെ അഭിപ്രായം പറയുമ്പോൾ എന്താ എൻ്റെ ഉദ്ദേശം? ഉടമ്പടിക്കാണ് അനുസരിച്ചുള്ള ജീവിതം. ഇപ്പം നമുക്ക് ഉടമ്പടിക്ക് വേണ്ടി ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് പിന്നെ തരികിട കളിച്ച് നിൽക്കണത്. അല്ലെങ്കിൽ ദൈവത്തിനൊക്കെ വേണ്ടി സത്യസന്ധത നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഫ്രോഡുകൾ വന്ന് ഉടമ്പടി എടുക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. അതാ എടുത്തു പോയാൽ നിങ്ങൾ സത്യസന്ധത കാണിക്കണം. ഓക്കെ, അത്യപൂർവ ദൈവാനുഭവം.